ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കുക്കറിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഇപ്പോൾ കാണിക്കാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ 65ൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ റെസിപ്പിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ നാടൻ ചിക്കൻ കറിയില്ലേ, അതിൻ്റെ വെറും ഗ്രേവി മാത്രം മതി, അതും ഈ ഗീ റൈസും. അതായത് ഞാനിവിടെ ഗീ റൈസും നാടൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഈ ചിക്കൻ 65 ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചിക്കൻ 65 ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇട്ടു വീഡിയോ. ഇപ്പം ഈ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടു നോക്കൂ. ബെസ്റ്റ് കോമ്പിനേഷനാണ് ഗീ റൈസും നാടൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ 65. അപ്പോൾ അത് എളുപ്പത്തിൽ ആ ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കാം, വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് സിമ്പിൾ മെത്തേഡിൽ ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കാം. അടിയിൽ പിടിക്കുകയൊന്നുമില്ല കുക്കറിൽ. എൻ്റെ കുക്കർ ബിരിയാണിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ്. മെത്തേഡൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് കണ്ടു നോക്കും. നല്ല ടേസ്റ്റിയാണ്, പെർഫെക്റ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിന്നെ പുറത്ത് പോയി കഴിക്കാൻ പറയില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു ഗീ റൈസ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ജീരകശാല അരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒരു വൃത്തിയായിട്ട് കഴുകിയിട്ട് 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജീരകശാല അരിക്ക് പകരം ബാസ്മതി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊരു 1/4 ഗ്ലാസോളം കുറയ്ക്കണം, അത്രയേ ഉള്ളൂ. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഇത് കുറച്ച് ഉള്ളിയുണ്ട്, സവാള വഴറ്റി ചേർക്കാൻ, നമ്മൾ ബ്രൗൺ ചെയ്ത് ചേർക്കില്ലേ ബിരിയാണിയുടെ ഒക്കെ മുകളിൽ, അതുപോലെ ചേർക്കാനാണ്. കുറച്ച് കിസ്മിസ്, കുറച്ച് കാഷ്നട്ട്. ഈ സവാള നമുക്ക് ഗീ റൈസിലേക്ക് ഇടാൻ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിയായിട്ട് അരിയാം. ഞാനിത് ഇങ്ങനെയാണ് ചേർക്കുന്നത്. പിന്നെ അതിനാവശ്യത്തിനുള്ള നെയ്യ്, ഉപ്പ്. ഇത് കുറച്ച് ഹോൾ സ്പൈസസ് ആണ്. 2 ഏലക്കായ, ചെറിയ കഷ്ണം കറുവാപ്പട്ട, അതുപോലെ 2-3 ഗ്രാമ്പൂ, ഒരു 8-10 പെരിഞ്ചീരകം, അതുപോലെ 2-3 ബേ ലീവ്സ് മതി. എൻ്റെ പൊടിയായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ 2-3 കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഹോൾ സ്പൈസസ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്, അതാകുമ്പോൾ പെട്ടെന്നാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി ചെമ്പിലും ചെയ്തെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഗീ റൈസിന് നമ്മൾ എന്തായാലും നെയ്യ് ഒഴിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ നെയ്യിലാണ് ചെയ്യുന്നത്. ഹാഫ് നെയ്യിലും ഹാഫ് സൺഫ്ലവർ ഓയിലും ചെയ്യണമെങ്കിലും ചെയ്യാം. നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഏലക്കായ, കറുവാപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, കറുവാപ്പട്ടയുടെ ഇല. നിങ്ങൾക്ക് ഓണിയൻ ബ്രൗൺ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ കാഷ്നട്ട്, കിസ്മിസ് ഒക്കെ വറുത്തെടുക്കാനും ഈ സെയിം കുക്കർ തന്നെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ആദ്യം ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം ഹോൾ സ്പൈസസ് ഇടാനായിട്ട്. ഞാനത് വേറെ പാനിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് ചേർക്കാനാണ് പോകുന്നത്. അത് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഏലക്കായൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന ഓണിയനില്ലേ, അത് ഇതല്ല കേട്ടോ, വറുത്ത് ചേർക്കാനുള്ളതല്ല, മറ്റേ ഉള്ളി ചേർത്ത് കൊടുക്കുക. നമ്മുടെ സവാള ഒരുപാട് വഴറ്റി കൊടുക്കുകയൊന്നും വേണ്ട. ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് അതിൻ്റെ നിറമൊക്കെ മാറി കിട്ടിയാൽ മാത്രം മതി. മുരിയൊന്നും വേണ്ട. ഇത്ര ആയാൽ മതി. നമ്മളിതിലേക്ക് നമ്മുടെ അരി ആദ്യം ചേർത്ത് കൊടുക്കുക. അരിയുടെ ആ ഊറ്റിക്കളഞ്ഞാൽ ആ പാത്രത്തിൻ്റെ അടിയിലുള്ള വെള്ളമൊന്നും വേണ്ട കേട്ടോ, വെള്ളം ഇല്ലാതെ വേണം ചേർക്കാൻ. ഉണ്ണിയപ്പോ ഇത് നല്ല പോലെ ഒന്ന് ഗീയിൽ ഫ്രൈ ആവട്ടെ എന്ന് വെച്ചാൽ മുരിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് എല്ലായിടത്തും ആ ഗീ ഒന്ന് മിക്സ് ആവട്ടെ. അങ്ങനെ ആയി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് നമ്മുടെ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം. നിങ്ങൾ ബാസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1.25 ഒരു 1/4 ഗ്ലാസിൻ്റെക്കാളും കുറച്ച് കുറവ്, അതായത് 1.5 പ്ലസ് ഒരു 1/4ൻ്റെ പകുതി, അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം.
ഉപ്പ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വെള്ളത്തിൽ ഒരല്പം മേലെ നിൽക്കുന്ന അളവ് അറിഞ്ഞാൽ മാത്രമേ അരിയിലേക്ക് കറക്റ്റ് പാകമാവുള്ളൂ. നമ്മൾ ഈ ഇടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചോറിലേക്ക് പിടിച്ച് കഴിയുമ്പോഴുള്ള അളവും കൂടെ അറിയാനായിട്ടാണ് ഒരല്പം മുകളിലേക്ക് നിൽക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾ കുറേ ഉപ്പൊക്കെ ഇട്ട് ഗീ റൈസൊക്കെ കുളമാക്കി കഴിഞ്ഞിട്ട് വീട്ടുകാർ പറയരുത് എൻ്റെ കുക്കിംഗ് മോശമായിരുന്നു, ഞാൻ പഠിപ്പിച്ചത് ശരിയായില്ല എന്ന്. നോക്കിയും കണ്ടൊക്കെ ഇടണം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വന്ന ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. ഇത് കണ്ടോ, തിളച്ച് തുടങ്ങി. ഇതുപോലെ തിളച്ച് വരുമ്പം നന്നായിട്ട് ഈ ജീരകശാല അരിയിലാട്ടോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഞങ്ങൾക്കിവിടെ ഏറ്റവും ഇഷ്ടം ഈ അരിയിൽ വയ്ക്കുന്നതാണ്. എന്തായാലും ഇതില്ലാത്തവർ മാത്രം ബസ്മതി റൈസ് ട്രൈ ചെയ്തോളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ അടപ്പ് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിലടുപ്പിക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക, വെയിറ്റ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ തുറന്നു നോക്കാം. നമ്മുടെ ഗീ റൈസ് അപ്പുറത്ത് കുക്കറിൽ പാകമാവുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇപ്പുറത്ത് ഞാൻ കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഓണിയനൊക്കെ വറുത്തെടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കും. നമ്മുടെ കിസ്മിസൊക്കെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കാഷ്നട്ടോ ഏകദേശം പാകമായിട്ടുണ്ടാവും. ഒരുപാട് നേരം കരിയാനിട്ട് കൊടുക്കരുത്. ഇനി പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കോരണം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഞാനിത്തിരി ലേറ്റ് ആയി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. സാധാരണ ഞാനിത് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാറേ ഉള്ളൂ. ഇത്ര എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല. മാത്രമല്ല എനിക്കിന്ന് ചിക്കൻ 65 ഉണ്ടാക്കണം. അപ്പോൾ ഈ എണ്ണ എന്തായാലും അത് വറുക്കാൻ യൂസ് ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയിലും കൂടിയാണ് ഞാൻ. അപ്പോൾ രണ്ടിനും കൂടെ ചേർത്ത് എണ്ണ ഒഴിച്ചതാണ്. നമ്മുടെ കുക്കറിൽ 3 വിസിലായി. അത് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുകയാണ്. സെയിം അടുപ്പിലേക്ക് നമ്മൾ വയ്ക്കരുത്, കാരണം പിന്നെ കൂടുതൽ വെന്ത് പോകും. പ്രഷർ പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അങ്ങനെ ഇരിക്കട്ടെ. അതേടാ പൂപ്പി എന്താ പറയണ നോക്ക്. നമുക്ക് നമ്മുടെ ഒണിയൻ എടുക്കാം. ഇനി ഇരുന്നാൽ കരിഞ്ഞു പോകും. നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. എന്താ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇനിയൊരു ഫോർക്ക് കൊണ്ട് വേണം ഇളക്കി നോക്കാനായിട്ട്. അല്ലാതെ തവി വെച്ച് ഇളക്കരുത്, അപ്പോൾ ചിലപ്പം പൊടിഞ്ഞു പോകും. ജീരകശാല അരി ആയതുകൊണ്ട് അങ്ങനെ പൊടിയൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടെ എളുപ്പത്തിന് ഒരു ഫോർക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. കുക്കറിൻ്റെ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല, കണ്ടോ? എവിടെയും പിടിച്ചിട്ടൊന്നുമില്ല. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വറുത്ത് കോരിയ ഓണിയനും കൂടെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ ഗീ റൈസ്? ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ കുറച്ച് മുകളിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളത് മുഴുവൻ ചേർത്തോളൂ, നിങ്ങൾക്ക് പിന്നെ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ഇതിൻ്റെ കൂടെ നാടൻ ചിക്കൻ കറിയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. നാടൻ ചിക്കൻ കറിയും ചിക്കൻ 65 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.